മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരിമരുന്ന് നൽകി പീഡിപ്പിച്ചുവെന്ന് പരാതി. യുവാവിനെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ചേറൂർ സ്വദേശി അബ്ദുൽ ഗഫൂറാണ് പിടിയിലായത്. ഭക്ഷണത്തിൽ MDMA കലർത്തി നൽകിയായിരുന്നു ആദ്യം പീഡനം. പിന്നീട് വർഷങ്ങളോളം പീഡിപ്പിച്ചുവെന്നാണ് പരാതി. CV അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, ഈ ലഹരി നൽകി പീഡിപ്പിച്ചുവെന്ന് പറയുന്ന ഇരയായിട്ടുള്ള പെൺകുട്ടി പിന്നീട് ലഹരിക്ക് അടിമയാകുന്നു. വർഷങ്ങൾക്ക് ശേഷം ലഹരിയിൽ നിന്നും മോചിതയായ കുട്ടി പീഡനത്തെക്കുറിച്ച് ബോധവതിയായ ശേഷമാണ് പരാതിയുമായി രംഗത്തെത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നായിരുന്നു ഈ സംഭവത്തിന്, ഈ പരാതിക്ക് അടിസ്ഥാനമായ കേസ്, അതെന്നാണ് നടന്നത്? വർഷങ്ങളോളം പീഡിപ്പിച്ചുവെന്ന് പറയുമ്പോൾ അത് ലഹരി നൽകി പീഡിപ്പിക്കുന്നു അതല്ലെങ്കിൽ പ്രണയച്ചതി, എന്താണ് മനസ്സിലാക്കേണ്ടത്? ടോം, ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാനുള്ളത്, ഇതൊരു പോക്സോ കേസായതുകൊണ്ട് നമുക്ക് ഈ ചില കാര്യങ്ങൾ മുഴുവനായിട്ട് പറയാനാകില്ല. പക്ഷേ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. 2020 ഈ കുട്ടി ഇയാളുമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നതും തുടർന്ന് അവർ ഈ തരത്തിലേക്ക് ബന്ധങ്ങൾ മാറുന്നതും. അന്ന് മുതൽ ഇയാൾ ഭക്ഷണത്തിൽ ലഹരിമരുന്ന് കലർത്തി നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. 2025 വരെ, ഈ വർഷം വരെ ഇത്തരത്തിൽ ഇയാൾ ഈ കുട്ടിയെ പ്രണയിക്കുന്നതായി നടിക്കുകയും ആ കുട്ടിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ഭക്ഷണത്തിൽ ലഹരിമരുന്ന് കലർത്തുകയും തുടർന്ന് ഈ കുട്ടിയെ പല ചൂഷണങ്ങൾക്കും വിധേയമാക്കുകയും ചെയ്തു. അതിനു പുറമെ ഈ കുട്ടിയുടെ സ്വർണ്ണ മോതിരവും ഇയാൾ തട്ടിയെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം, പെരുമാറ്റത്തിൽ വന്ന വ്യത്യാസമൊക്കെ മനസ്സിലാക്കിയ രക്ഷിതാക്കൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും കുട്ടിക്ക് ചികിത്സ നൽകുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ, തന്നെ ലഹരി നൽകി ഇത്തരത്തിലൊരു അവസ്ഥയിലാക്കിയത് ഇയാളാണെന്ന് പെൺകുട്ടി തുറന്നു പറയാൻ തയ്യാറാവുന്നതും. തുടർന്നാണ് ഇപ്പോൾ കോട്ടക്കൽ പോലീസിൽ പരാതി നൽകി ഈ വേങ്ങര സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ഗഫൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 തരത്തിലുമുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു പ്രണയം നടിച്ച് ഇത്തരത്തിൽ സ്വർണം ആഭരണങ്ങൾ മോഷ്ടിക്കുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ ലഹരി നൽകി പീഡനം, അങ്ങനെ പല തലങ്ങളിൽ ഉള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പോലീസ് പോക്സോ കുറ്റത്തിനും അതേപോലെ തന്നെ ഇലക്ട്രോണിക് IT ആക്ട് പ്രകാരമുള്ള കുറ്റത്തിനും മോഷണത്തിന് പിടിച്ചുപറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന തരത്തിലാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ എന്തെല്ലാം ചുമത്തുമെന്നത് കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. കാരണം കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി അതിനുശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, താൻ കഴിച്ച ഭക്ഷണത്തിൽ ലഹരി ഉണ്ട് എന്ന് ആ കുട്ടി തിരിച്ചറിയാതെ പോയതും അതിന് അഡിക്ഷൻ വരുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുകയും ചെയ്തത്. നമ്മുടെ ചുറ്റും ഈ ലഹരി മാഫിയയുടെ സാന്നിധ്യം അത് അങ്ങനെയുള്ള നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അനുമോദി, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു കേസ്, അവിടെ പെൺകുട്ടിയെ കാമുകൻ പീഡിപ്പിച്ചത് കിൻഡർ ജോയിലും ചോക്ലേറ്റിലും ഈ MDMA കലർത്തി നൽകിയായിരുന്നു. ആ പെൺകുട്ടിയും അത് തുടക്കത്തിൽ തിരിച്ചറിഞ്ഞില്ല, പിന്നീട് ലഹരിക്ക് അടിമയാകുന്നു. ഇതുപോലുള്ള ലൈംഗിക വൈകൃതത്തിൽ അടിമയാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതിനാൽ, പോക്സോ കേസായതിനാൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു അപകടത്തെക്കുറിച്ച് നമ്മുടെ പുതിയ തലമുറ, മാതാപിതാക്കൾ, പെൺകുട്ടികളൊക്കെ തിരിച്ചറിയേണ്ടതാണ്. ഇതുപോലുള്ള ചതി, കാരണം ആരുടെയെങ്കിലും കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ഏതെങ്കിലും പാർട്ടിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഈ ആൺസുഹൃത്തിൻ്റെ ഒപ്പം പോകുമ്പോഴോ ഇതുപോലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇതുപോലെ ലഹരി കലർത്തി നൽകുമെന്ന അപകടം കൂടി, ഇതിൽ ഒരു ചതി കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതില്ലേ അനുമോദ്? തീർച്ചയായും രക്ഷിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും ആശങ്ക ഉണർത്തുന്ന വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഒന്ന്, ഒരിക്കലും കാണാത്ത ഒരാളെ സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട് അയാൾ പറഞ്ഞത് വിശ്വസിച്ച് ഈ കുട്ടികളൊക്കെ അത്തരത്തിൽ നീങ്ങുന്നു. രണ്ടാമതായിട്ട്, ഈ പരിചയപ്പെട്ട ആൾ ചെയ്യുന്നത് എന്താണ്, നമ്മളെ ഉപദ്രവിക്കുകയാണോ അതോ ഉപയോഗിക്കുകയാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യുകയാണോ അതുപോലെ അറിയാത്ത തരത്തിലേക്ക് സാഹചര്യം മാറുകയാണ്.
ലഹരി മരുന്ന് എങ്ങനെയാണെന്ന് പോലും ഒരുപക്ഷെ ഈ പെൺകുട്ടികൾക്ക് അറിയില്ല. അത് അവർക്ക് മുൻപിൽ മറ്റൊരു രൂപത്തിലോ അല്ലെങ്കിൽ അവരറിയാതെ അവർക്കുള്ളിലേക്കോ ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എത്തിപ്പെടുമ്പോൾ അവരത് അറിയാതെ അഡിക്ഷൻ അതിലേക്ക് ചെന്നു പോവുകയാണ്. ഈ ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്കുണ്ടാകുന്നത് ഇൻടോക്സിക്കേഷൻ ആണോ അതോ ഇത് തുടർച്ചയായി കഴിക്കുമ്പോഴുള്ള അവസ്ഥ മറ്റെന്തെങ്കിലും ആണോ എന്ന് പറയാം. അത് ദുരുപയോഗം ചെയ്ത് ഇവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു, അവരുടെ സ്വർണം കവരുന്നു തുടങ്ങി ഏത് ഹീനകൃത്യത്തിലേക്കും ഈ സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള വഴിയായിട്ട് ഇവർ ഈ ലഹരി മരുന്നിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ കുട്ടികളിൽ പോകുന്ന വഴികൾ തിരിച്ചറിയാതെ രക്ഷിതാക്കൾ ഒരുപക്ഷെ അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നതിൻ്റെ മറ്റൊരു പ്രത്യാഘാതം കൂടിയായിട്ട് ഇതിനെ കാണേണ്ടി വരും. കാരണം നമ്മൾ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളതാണ് ഇൻസ്റ്റഗ്രാം വഴിയുള്ള ഇപ്പോൾ പോലീസ് നമ്മൾക്ക് തരുന്ന വിവരങ്ങളനുസരിച്ച് 80% ഇത്തരത്തിലുള്ള ബന്ധങ്ങളും ഈ പീഡന പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് കാരണമാകുന്ന ബന്ധങ്ങൾ തുടങ്ങുന്നത് ഇൻസ്റ്റഗ്രാം വഴിയുള്ള സൗഹൃദങ്ങൾ വഴി കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം സ്വയം നിയന്ത്രിക്കുക, അതല്ലെങ്കിൽ ഇത് കുട്ടികളെ തരത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുക, അവരുടെ സംശയങ്ങൾ തീർക്കാൻ എപ്പോഴും കൂടെ നിൽക്കണം. അവരെ കുട്ടികളാണ്, എത്ര മുതിർന്നാലും കുട്ടികളാണ് എന്ന ഒരു കൃത്യമായ ധാരണയോടെ രക്ഷിതാക്കൾ ഇതിൽ കുറേയും കൂടി ശ്രദ്ധ കാണിച്ചേ തീരൂ. കാരണം അനുദിനം വരുന്ന വാർത്തകളും അനുദിനം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അത് സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കൊരാൾ തരുന്ന ഭക്ഷണം എന്ന ഒരു ബോധം. അത് കൃത്യമായി മാധ്യമങ്ങളുടെ കെണിയെക്കുറിച്ചാണ് അനുമോദ് ഇപ്പോൾ വിശദീകരിച്ചത്. മാത്രമല്ല, ലഹരി നൽകി പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകേണ്ടതാണ്.